മാറണം. നിങ്ങൾ മാറേണ്ട സമയമായി. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തന്നെ നിങ്ങൾ മാറേണ്ട ടൈമായി എന്ന് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടാവും. 5 പോയിന്റ്സ്. ഏറ്റവും ആദ്യം, മാറ്റത്തെ ഭയക്കരുത്. നമ്മൾ മാറാൻ പേടിച്ചു തുടങ്ങുമ്പോഴല്ലോ നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നതിന്, നമ്മളിപ്പോൾ ഒരു കംഫർട്ടബിൾ സോണിലാണുള്ളത്. നമ്മൾ വളർന്നു വന്നൊരു രീതി, നമ്മളിപ്പോൾ ജീവിക്കുന്നൊരു രീതി, ഇതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ പാനിക്കാവും. ആകരുത്. മാറ്റത്തിനെ ഭയക്കരുത്. നമ്മൾ കൃത്യമായി മാറാനായിട്ട് ആദ്യം നിങ്ങൾ തയ്യാറാകണം. ഇപ്പോൾ ഉൾവിളി വന്നു, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചു എനിക്കൊന്ന് മാറണം, ഇപ്പോൾ ഉള്ളതുപോലെ അല്ല നിങ്ങൾ ആകേണ്ടത്. ആ നിമിഷം മുതൽ നിങ്ങൾ മാറി തുടങ്ങി എന്നുള്ളതാണ്. മാറ്റത്തിനെ ഭയക്കരുത്. 2, അയ്യോ എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെയുള്ള ചിന്ത മാറ്റണം. നിങ്ങളുടെ വർത്ത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളാരാ മുതല്? ഈ മറ്റൊരാളല്ല നിങ്ങളെ വിലയിരുത്തേണ്ടത്. നിങ്ങൾക്കാണ് നിങ്ങളുടെ കഴിവുകൾ അറിയുക. ഏത് മേഖലയിലാണ് നിങ്ങളുടെ ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നത്, നിങ്ങൾ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉള്ളത്, ആ ഏരിയ അങ്ങോട്ട് സെലക്ട് ചെയ്യണം. പലർക്കും അതിൽ കൺഫ്യൂഷൻ കാണും. അയ്യോ എൻ്റെ ഒരു കഴിവ് എന്താണ്? അത് നിങ്ങൾ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരാഴ്ച, ഈ വീഡിയോ കണ്ടിന് ഒരാഴ്ചയിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്തിലാണ് മികവ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മാറ്റത്തിന് ഒരാളുടെ അനുവാദം വേണം. 3ാമത്തെ പോയിന്റ് അതാണ്. ഒരാളുടെയും അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കരുത്. നിങ്ങൾ സർപ്രൈസ് ആയിരിക്കണം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങളുടെ മാറ്റം അവർ ഞെട്ടണമേ, ഇയാൾ ഇങ്ങനെയായോ എന്ന് ഞെട്ടണം. അതെ ഞാനൊന്ന് മാറിക്കോട്ടെ, അതെ എനിക്കൊരു മാറ്റം വരും കേട്ടോ, ഇതൊന്നും വേണ്ട. നിങ്ങൾ മാറാൻ തയ്യാറെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം അനുവാദത്തിലാണ്. ഒരു 3rd പേഴ്സന്റെ അനുവാദം അതിന് വേണ്ട. 4ാമത്തത്, ഇനി എങ്ങനെ മാറും, എന്തായിട്ടാണ് മാറേണ്ടത്? അതിൽ സ്വാഭാവികമായിട്ട് സംശയം. ഗൂഗിൾ ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ആനുകാലിക സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, അവിടുത്തെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അവർ ഏത് മേഖലയിലാണ് കൂടുതലായിട്ട് ചെറിഷ് ചെയ്യുക, ഏതായിരിക്കും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ അങ്ങോട്ടേക്ക് മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് പോകണം. അതായത് നിങ്ങളുടെ തന്നെ ചാനൽ, നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ ചാനലൈസ് ചെയ്യാൻ പറ്റുമോ എന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ആ വഴിയെ പോകണം. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാകണം നിങ്ങൾ. 5, കാശുണ്ടാക്കണം. ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നേ, കയ്യിൽ 10 കാശ് വരണം. അന്തസ്സായ വഴികളിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ, എനിക്ക് എത്ര രൂപയോ, എനിക്കൊരു ഇച്ചിരി പൈസ ഇട്ടേക്കോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നിങ്ങളുടേതായിട്ടുള്ള കാശ് അത് നിങ്ങൾക്ക് വരണം. കാശിന്റെ വില അല്ല ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ പറഞ്ഞ 5 കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മാറ്റം സംഭവിക്കും. മാറണ്ടേ? മാറേണ്ട ടൈം ആയില്ലേ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ. മാറേണ്ട ടൈം ആയില്ലേ? ആയിന്നേ. മാറണം. ഒരു പുതിയ നിങ്ങൾ, എ ന്യൂ വേർഷൻ ഓഫ് യുവർ സെൽഫ്. മാറ്റം നല്ലതിനാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഇതങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കൂ. എന്നിട്ട് മാറ്റമില്ലാതെ സേവ് ചെയ്യൂ, മാറ്റമില്ലാതെ ഫോളോ ചെയ്ത് കയറി ഇങ്ങോട്ട് വായോ. വരട്ടെ പ്രകാശം.